Okay, so we have been discussing different design aspects in module 1. We discussed the objectives, constraints, functions, and design means, as well as a different design form. And we discussed with an examples like a speaker, a helmet. Okay, so these are the aspects of design. Okay, whenever we are going to design uh, a product or a system, we need to consider all these factors like objectives, constraints, forms and means, etc. Okay, actually, today we are going to discuss what is an engineering design. So we got the concept of design. So what is the uh, peculiarity of engineering design? What is the specialty of engineering design? Okay, as an engineer, how do you design products and systems? So those things we'll discuss in this class. Okay. Um, okay. So let's see the definition of an engineering design. So here, what is an engineering design? So that is a systematic, intelligent generation of specifications for artifacts whose form and function achieve stated objectives and satisfy specified constraints. Okay. അപ്പം എന്താണ് അതിന്റെ എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആക്ച്വലി? അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി. A thoughtful process for generating plans or schemes for devices, systems or processes that attain given objectives while adhering to specified constraints. അപ്പോൾ നമ്മൾ ആദ്യം മുകളിൽ പറഞ്ഞ അതേ ഡെഫിനേഷൻ തന്നെ വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. പല രീതിയിലുള്ള ഡെഫിനേഷൻസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്തായിരിക്കും എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓക്കെ, എന്താണ് പറ? എന്താണ്? ആരും ഇല്ല ഇവിടെ? എന്താണ് എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾക്ക് ഡെഫിനേഷൻസ് തന്നാൽ മനസ്സിലാകുന്നു. എന്താണ് അഞ്ജന? സിസ്റ്റമാറ്റിക് ഇന്റലിജന്റ് ജനറേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻസ് ഫോർ ആർട്ടിഫാക്ട്സ് whose form and function achieve stated objectives and satisfy specified constraints. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങളിൽ തന്നെ, പക്ഷെ കുറച്ചും കൂടി എന്താണ് സിസ്റ്റമാറ്റിക് ആൻഡ് ഇന്റലിജന്റ് ജനറേഷൻ ഓഫ് ആയിരിക്കും. അതായത് അതിൻ്റെ അകത്ത് ഒരു ടെക്നിക്കൽ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഇപ്പൊ ആർട്ടിഫാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ മെയ്ഡ് ക്രാഫ്റ്റിനെയാണ് നമ്മൾ ജനറലി ആർട്ടിഫാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എസ്പെഷ്യലി ദാറ്റ് വിൽ ബി എ ടൂൾ ഓർ വെപ്പൺ, അല്ലെങ്കിൽ ഒരു ഓർണമെന്റ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ആർക്കിയോളജിക്കൽ ഓർ ഹിസ്റ്റോളജിക്കൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാവാം. അപ്പം ഒബ്ജക്ട് പ്രൊഡ്യൂസ്ഡ് ഓർ ഷേപ്ഡ് ബൈ ഹ്യൂമൻ ക്രാഫ്റ്റ്, അതുകൊണ്ടുണ്ടാകുന്ന സംഭവത്തിനാണ് നമ്മൾ ആർട്ടിഫാക്ട് എന്ന് പറയാം. അപ്പോൾ സിസ്റ്റമാറ്റിക് ഇന്റലിജന്റ് ജനറേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻസ് ഫോർ ആർട്ടിഫാക്ട്സ് whose form and function achieve stated objectives and satisfy specified constraints. അതാണ് ഒന്നാമത്തെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞത്. സെക്കൻഡ് ഡെഫിനേഷൻ എന്ന് പറയുന്നത് എ തോട്ട്ഫുൾ പ്രോസസ് ഫോർ ജനറേറ്റിംഗ് പ്ലാൻസ് ഓർ സ്കീംസ് ഫോർ ഡിവൈസസ്, സിസ്റ്റംസ് ഓർ പ്രോസസ്സസ്. അതായത് തോട്ട്ഫുൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ആലോചിച്ച് പ്ലാൻ ചെയ്തുണ്ടാക്കേണ്ട ചില കാര്യങ്ങൾ അല്ലേ? തോട്ട്ഫുൾ പ്രോസസ് ഫോർ ജനറേറ്റിംഗ് പ്ലാൻസ് ഓർ സ്കീംസ് ഫോർ ഡിവൈസസ്. ചില ഡിവൈസസിന്, സിസ്റ്റംസിന്, അതുപോലെ പ്രോസസ്സേഴ്സിനൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തുണ്ടാക്കുന്ന ചില ഡിസിഷൻസ് ദാറ്റ് അറ്റൈൻ ഗിവൺ ഒബ്ജക്റ്റീവ്സ് വൈൽ അഡയറിംഗ് ടു സ്പെസിഫൈഡ് കൺസ്ട്രെയിൻസ്. അപ്പം ചില കൺസ്ട്രെയിൻസ് എന്ന് വെച്ചാൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് നമ്മൾ ഒബ്ജക്റ്റീവിനെ അച്ചീവ് ചെയ്യുന്ന ആ പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുക, എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പം മൂന്നാമത്തെ ഡെഫിനേഷൻ എന്താ പറയുന്നത്? ആൻ ആക്ടിവിറ്റി ദാറ്റ് ഇന്റൻസ് ടു പ്രൊഡ്യൂസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ ആർട്ടിഫാക്ട് in terms of its organization and functioning.
ഇറ്റ്സ് ഇന്റർഫേസ് ബിറ്റ്വീൻ ഇന്നർ ആൻഡ് ഔട്ടർ എൻവയോൺമെന്റ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ വേണ്ടിയിട്ടും അതിന്റെ ഫംഗ്ഷന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ ഉണ്ടാക്കണം. അതിനെ നമ്മൾ എന്ത് പറയാം, എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് ജനറലി എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്ന് പറയുന്നതിന്റെ ഒരു ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇവിടെ കേൾക്കുന്നുണ്ടോ നിങ്ങളെല്ലാവരും? വൈഷ്ണവ് അവിടെ ഉണ്ടോ? രോഷ്നിമാല കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോ ബാക്കി നമുക്ക് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ്. ഓക്കെ, ഇപ്പൊ എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്ന് പറയുന്നതിന് നമുക്ക് എന്താ പറയുക, ഒരു ഇങ്ങനെ ഒരു ഫിഗർ വെച്ചിട്ട് നമുക്ക് പിന്നെ ജസ്റ്റ് ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഗോൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ആക്ച്വലി ഒബ്ജക്റ്റീവ് ആണ് അല്ലേ, ഒബ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രൊസീജിയർ ഇങ്ങനെ ഒരു സൈക്ലിക് പോലെ ഉണ്ടാവും. എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, നമ്മൾ ആദ്യം നമ്മൾ ആസ്ക് മീൻസ് എന്താണ്, നമുക്ക് എന്താണ് പ്രോബ്ലം എന്ന് ഐഡന്റിഫൈ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എന്താണെന്ന് ചോദിക്കുന്നത്, എന്താണ് പ്രോബ്ലം, എന്താണ് നമ്മുടെ അല്ലെ, എന്താണ് നമ്മുടെ റിക്വയർമെന്റ്. ഓക്കെ, അത് നമ്മൾ ചോദിക്കുന്നു. ആഫ്റ്റർ ദാറ്റ് വിൽ ഇമാജിൻ ഹൗ ക്യാൻ വി പെർഫോം ദാറ്റ് ടാസ്ക് ഓർ ഹൗ ക്യാൻ വി ഡിസൈൻ ദ സൊല്യൂഷൻ ഫോർ ദാറ്റ് പ്രോബ്ലം. ഓക്കെ, അതാണ് ഇമാജിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊന്ന് പ്ലാൻ ആലോചിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുന്നത് ആ തോട്ട്ഫുൾ പ്രോസസ്സിനെയാണ് നമ്മൾ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമാജിൻ ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ അത് പ്ലാൻ ചെയ്യുന്നു, എങ്ങനെ നടത്തണം എന്നതിന്റെ പ്ലാൻ. ഓക്കെ, പ്ലാൻ ചെയ്ത ശേഷം ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിലൊക്കെയാണ് അത് ചെയ്യേണ്ടത്, ഇന്ന് അതിനാവശ്യമുള്ള ഹാർഡ്വെയർ പാർട്ടുകൾ എത്ര വേണം, ഇതിന്റെ കോസ്റ്റ് വേണം. ഓക്കെ, ബാക്കിയുള്ള എന്തെങ്കിലും റോ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് വേണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ടെക്നിക്കൽ കണ്ടന്റ്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഡീറ്റെയിൽസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും അല്ലെ, ഏത് രീതിയിൽ ഏത് പ്രിൻസിപ്പിൾ ചെയ്യണം. അപ്പം ഈ പ്ലാനിങ്ങിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് കംപ്ലീറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതിലെന്ത് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാം, എന്തൊക്കെ ഹാർഡ്വെയർസ് യൂസ് ചെയ്യാം, അതിന്റെ സൈസ് എത്രയായിരിക്കണം, വെയിറ്റ് എത്രയായിരിക്കണം അല്ലെ, അത് ഏത് രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം, ഓക്കെ, ഡ്യൂറബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ആ പ്ലാനിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ആഫ്റ്റർ ദാറ്റ് വിൽ ക്രിയേറ്റ്, അതാണ് പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ആണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാനുഫാക്ചറിങ്, ആ പ്രൊഡക്റ്റിനെ നമ്മൾ ഉണ്ടാക്കുന്നു, അതിനാണ് ക്രിയേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, അത് നമുക്ക് മാർക്കറ്റിലേക്ക് ഇറക്കാം, അതിന്റെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം, അതിന്റെ പ്രോബ്ലംസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം, നമുക്ക് അതിനെ വീണ്ടും ഓഡിറ്റ് ചെയ്യാം അല്ലെ, റിവ്യൂ ചെയ്യാം. അപ്പൊ അതിനുശേഷം അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് വി ക്യാൻ ഇംപ്രൂവ് ദാറ്റ് പ്രോഡക്റ്റ്. അപ്പൊ ഇത് ജനറലി നിങ്ങൾ ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്നതിന്റെ ഒരു ഔട്ട്ലുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ആസ്ക് മീൻസ് എന്താ, വാട്ട് ഈസ് എ റിക്വയർമെന്റ് അല്ലെ. ഓക്കെ, പിന്നെ ഇമാജിൻ ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് വിൽ ക്രിയേറ്റ് അക്കോർഡിംഗ് ടു അവർ പ്ലാൻ ആൻഡ് അഗൈൻ വി നീഡ് ടു ഇംപ്രൂവ് ആഫ്റ്റർ എന്താണ് ലോട്ട് ഓഫ് റിവ്യൂസ് ആൻഡ് ഫീഡ്ബാക്ക് അല്ല. അതിനെയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതും ഡിസൈൻ ഒബ്ജക്റ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് എഞ്ചിനീയറിംഗ് ഡിസൈൻ്റെ കേസിലും വരുന്നത്. എ ഫീച്ചർ ഓഫ് ബിഹേവിയർ ദാറ്റ് വി വിഷ് ദ ഡിസൈൻ ടു ഹാവ് ഓർ എക്സിബിറ്റ്. എന്താണ് നമ്മുടെ പ്രോഡക്റ്റ് അല്ല, എന്താണ് നമ്മുടെ സിസ്റ്റം, എന്താണ് നമ്മുടെ പ്രോസസ്സ്, നമ്മൾ ചെയ്യുന്ന കാര്യം എക്സിബിറ്റ് ചെയ്യേണ്ട ഫീച്ചർ, അതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതിന്റെ ഡെഫിനേഷൻ. ആക്ച്വലി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു നീഡും കൂടിയാണ്. പക്ഷേ ആ നീഡാണ് നമ്മുടെ ഫീച്ചർ അല്ലെങ്കിൽ നമ്മൾ എക്സിബിറ്റ് ചെയ്യേണ്ട നമ്മുടെ ഡിസൈൻ അല്ലെങ്കിൽ ഒരു നമ്മുടെ എന്താ പറയാ ഒരു പ്രൊഡക്റ്റ് എക്സിബിറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എഞ്ചിനീയറിംഗ് ഡിസൈൻ പ്രോസസ് മോഡൽസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ ഒന്നും കൂടി ഇലാബറേറ്റ് ആയിട്ട് പറയുന്നതാണ്. അതിന്റെ ഒരു മോഡൽ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് 1 എന്താ ഉള്ളത് കാണാൻ പറ്റുന്നില്ല? അനുശ്രീ ഒന്ന് വായിച്ച സ്റ്റെപ്പ് 1 എന്താ പറയുന്നത്? ഐഡന്റിഫൈ ദ നീഡ് ഓഫ് പ്രോബ്ലം. നീഡ് ഓർ പ്രോബ്ലം അല്ലെ, എന്താണ്, അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആക്ച്വലി ഐഡന്റിഫൈ ദ നീഡ് ഓർ പ്രോബ്ലം, എന്താണ് നമ്മുടെ പ്രോബ്ലം, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, എന്തിനുള്ള സൊല്യൂഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്, ഐഡന്റിഫൈ ദ നീഡ് ഓർ പ്രോബ്ലം. സ്റ്റെപ്പ് 2 എന്താ പറയുന്നത്? റിസർച്ച് ദ നീഡ് ഓർ പ്രോബ്ലം. നമ്മൾ അതിനെപ്പറ്റി റിസർച്ച്, അതിനെപ്പറ്റി പഠിക്കുക, അതായത് എക്സാക്ട് എന്താണ് പ്രോബ്ലം, ഓക്കെ, എന്തൊക്കെ രീതിയിൽ അത് നമുക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് നമ്മുടെ ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ,
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്റ്റെപ്പ് 2. ആ പ്രോബ്ലത്തിനെ പറ്റിയിട്ട് പഠിക്കുക. റിസർച്ച് ദ നീഡ് ഓർ പ്രോബ്ലം. ഫസ്റ്റ് എന്താണ്? ഐഡന്റിഫൈ ദ നീഡ് ഓർ പ്രോബ്ലം. സെക്കൻഡ് വൺ ഈസ് റിസർച്ച് ദ നീഡ് ഓർ പ്രോബ്ലം. തേർഡ് എന്താണ്? ഡെവലപ്പ് പോസിബിൾ സൊല്യൂഷൻസ്. ഡെവലപ്പ് പോസിബിൾ സൊല്യൂഷൻസ്. ഡെവലപ്പ് പോസിബിൾ സൊല്യൂഷൻ വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കണം എന്താണ് അതിന്റെ സൊല്യൂഷൻ, എങ്ങനെയാണ് അതിന് റിക്കവർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റെമഡി ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പ്രോബ്ലം. ഓക്കെ, അപ്പൊ അതാണ് സ്റ്റെപ്പ് 3 ഡെവലപ്പ് ദ പോസിബിൾ സൊല്യൂഷൻ. ആൻഡ് സ്റ്റെപ്പ് 4 യു ക്യാൻ ഫൈൻഡ് സെലക്ട് ദ ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ. ഒരുപാട് സൊല്യൂഷൻസ്, നമ്മുടെ ഒരുപാട് ഐഡിയാസ്, ഒരുപാട് പ്ലാൻ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു സെലക്ട് വിച്ച് വൺ ഈസ് ദ ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ. ഓക്കെ, നമുക്ക് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന, അതേസമയം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും നല്ല രീതിയിൽ, അതായത് നല്ല രീതിയിൽ പറയുമ്പോൾ എക്കണോമിക്കൽ ആയിരിക്കണം അല്ലേ, പിന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ സൊല്യൂഷൻ എന്താ പറയാ, ഒരു എന്താ പറയാ, ആ പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുക. അതാണ് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 5 എന്ന് വെച്ചാൽ കൺസ്ട്രക്ട് എ പ്രോട്ടോടൈപ്പ്. കൺസ്ട്രക്ട് എ പ്രോട്ടോടൈപ്പ് എന്ന് വെച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രോട്ടോടൈപ്പ് നമ്മൾ ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ചെയ്യുന്ന വെച്ചാൽ എന്തായിരിക്കും, അതായത് കംപ്ലീറ്റ് ആയിട്ട് പ്രൊഡക്റ്റ് അല്ല, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്ന ഒരു ഡെമോ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളൊരു സംഭവം ഡിസൈൻ ചെയ്യും. മനസ്സിലാകുന്നല്ല പറയുന്നത്. അപ്പൊ അതാണ് കൺസ്ട്രക്ട് എ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യും? വിൽ ടെസ്റ്റ് ആൻഡ് ഇവാലുവേറ്റ് സൊല്യൂഷൻസ്. അപ്പൊ അത് ടെസ്റ്റ് ചെയ്ത് നോക്കും നമ്മൾ. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. അപ്പൊ നമ്മുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തുന്നതിനേക്കാളും മുമ്പ് നമ്മൾ അതിന്റെ ഒരു ഡെമോ വേർഷൻ അല്ലെ, അതിന് ടെസ്റ്റ് ചെയ്യും, ഒരുപാട് പ്രാവശ്യം ടെസ്റ്റ് ചെയ്യും. പിന്നെ ആ സൊല്യൂഷൻ എത്രത്തോളം, നമ്മുടെ പ്രോബ്ലം എത്രത്തോളം അത് എലിമിനേറ്റ് കളയുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആ സൊല്യൂഷൻ നമുക്ക് തരുന്നുണ്ട് എന്നൊക്കെ നോക്കുന്നത് ആ സ്റ്റെപ്പ് 6 ടെസ്റ്റ് ആൻഡ് ഇവാലുവേറ്റ് ദ സൊല്യൂഷൻസ്. ആൻഡ് സ്റ്റെപ്പ് 7 കമ്മ്യൂണിക്കേറ്റ് ദ സൊല്യൂഷൻസ്. കമ്മ്യൂണിക്കേറ്റ് ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ റിവ്യൂ ചെയ്യും. ഓക്കെ, നമ്മളത് മാർക്കറ്റിലേക്ക് എത്തിക്കുക, നമ്മളത് എന്ത് ചെയ്യുക, നമ്മൾ ആ സൊല്യൂഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ദ സൊല്യൂഷൻ. അപ്പോൾ ആ സൊല്യൂഷൻ നമ്മൾ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റെപ്പ് 7 എന്ന് പറഞ്ഞത്. ആഫ്റ്റർ ദാറ്റ് വിൽ ഗെറ്റ് സ്റ്റെപ്പ് 8. വാട്ട് ഈസ് സ്റ്റെപ്പ് 8? റീഡിസൈൻ. റീഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി നീഡ് ടു, നമ്മൾ ആ ഒരു പ്രോഡക്റ്റിനെ എൻഹാൻസ് ചെയ്യേണ്ടി വരും, ഓർ വി ഹാവ് ടു റീഡിസൈൻ അല്ലെ, മോഡിഫൈ ചെയ്യേണ്ടി വരും. അതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് 8 എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഒരു കംപ്ലീറ്റ് ഡിസൈൻ പ്രോസസ്സിന്റെ മോഡൽ നമുക്ക് പറയാം. എന്തൊക്കെ പറഞ്ഞത്? സ്റ്റെപ്പ് 1 ഐഡന്റിഫൈ ദ നീഡ് ഓർ പ്രോബ്ലം. സ്റ്റെപ്പ് 2 വി ഹാവ് ടു റിസർച്ച് അല്ലെ, ആ പ്രോബ്ലം നമുക്ക് റിസർച്ച് ചെയ്യണം. ആൻഡ് സ്റ്റെപ്പ് 3 we need to find out or develop possible solutions. And step 4 we have to choose the best possible solution from developed solutions. Okay, and step 5 we have to create a design or construct a demo version or construct a prototype. And after that we have to test and evaluate the solution. And initiation our design should be communicated with people or communicated with that particular solution. Okay, and we have to redesign after getting a good feedback or reviews. Okay, we have to redesign or modify or enhance our product. ഇത്രയും പ്രോസസ്സാണ് എഞ്ചിനീയറിംഗ് ഡിസൈൻ ഇതിൽ നമുക്കുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് വളരെ ഏതെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ റീഡിസൈൻ ഒക്കെ എപ്പോഴും ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ, ആദ്യം തന്നെ മൊബൈൽ ഫോൺ ഇറക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ആവശ്യം റിസർച്ച് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അല്ലെ. ലാൻഡ് ഫോൺ പുറമെ നമുക്ക് എന്ത് ചെയ്യണം, പോർട്ടബിൾ ആയിട്ടൊരു ഡിവൈസ് ആണ്. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എന്താണ്, നമുക്ക് പോർട്ടബിൾ ആയിട്ട് നമ്മൾ നടന്നു പോകുമ്പോഴും ദൂരെ പോകുമ്പോഴും ഒക്കെ നമുക്ക് എപ്പോഴും കയ്യിൽ കരുതാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കണം. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഒരാൾ പോർട്ടബിൾ ആയിട്ട് ഒരു ടോക്കിംഗ് ഡിവൈസസ് നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ പ്രോബ്ലം റിസർച്ച് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻസ് ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്ന. ഇപ്പോൾ ഓരോ പ്രോഡക്റ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ നമ്മുടെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിനേക്കാൾ മുമ്പ് ഈ ആദ്യം അത് ഇറങ്ങുന്നതിനേക്കാളും മുമ്പിൽ ഡെഫിനറ്റ്ലി ഇറ്റ് നീഡ് ടു അണ്ടർഗോ ലോട്ട് ഓഫ് സ്റ്റെപ്സ്. ഇങ്ങനെയുള്ള സ്റ്റെപ്സ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇത് റിവ്യൂ ചെയ്യേണ്ടി വരും, അത് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, അതിൻ്റെ സേഫ്റ്റി നമുക്ക് അതിൻ്റെ എഷർ ചെയ്യേണ്ടി വരും അല്ലേ. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് എത്രത്തോളം നമുക്ക് ആ പ്രോബ്ലത്തിന് എത്രത്തോളം അത് സോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അനാലിസിസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതൊക്കെ ചെയ്തിട്ട് ശേഷമായിരിക്കും that product should communicate with the solution. അപ്പോൾ അതിനുശേഷം മാത്രമേ ആ സൊല്യൂഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ. പിന്നെ നമ്മൾ ആ റിവ്യൂ എടുത്ത ശേഷം റീഡിസൈൻ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് എല്ലാ സംഭവങ്ങളും റീഡിസൈൻ. എപ്പോഴും ഒരു പ്രൊഡക്റ്റിന് ഒരു എൻഡ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരേ പ്രൊഡക്റ്റ് തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദീസ് പീപ്പിൾ ഷുഡ് ചേഞ്ച് ദ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മോഡിഫൈ ദാറ്റ് പ്രോഡക്റ്റ് അല്ലെ. എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ എന്തായാലും ഉണ്ടാവും. ഒരു പ്രോഡക്റ്റ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാലം മാർക്കറ്റിലേക്ക് നിൽക്കില്ല. ഓക്കെ, ഡെഫിനറ്റ്ലി എന്തെങ്കിലും രീതിയിൽ ഒരു ചേഞ്ച് എപ്പോഴും ഉണ്ടാവും. അപ്പൊ അത് ആ റിവ്യൂ കിട്ടിയിട്ടും നമ്മുടെ ആവശ്യങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ടായിരിക്കും എപ്പോഴും മോഡൽസ് ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളേതായ ലാംഗ്വേജിൽ ഡെഫിനറ്റ് ആയിട്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാം കേട്ടോ, ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം വേർ മൈറ്റ് എഞ്ചിനീയേഴ്സ് വർക്ക്, എവിടെയാണ് നമ്മൾ എഞ്ചിനീയേഴ്സ് ജോലി ചെയ്യുന്നത്? ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു പാസ് ഔട്ട് ആയി കഴിഞ്ഞാലും യു വിൽ ബിക്കം എൻ എഞ്ചിനീയർ ആൻഡ് യു ആർ ഗോയിങ് ടു ബി എ പാർട്ട് ഓഫ് ഡിസൈൻ. നിങ്ങൾ എന്തിൻ്റെയും ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിലും നിങ്ങൾ അതിലൊരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സിൻ്റെ ഡിസൈനിൻ്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അപ്പോൾ വേർ മൈറ്റ് എഞ്ചിനീയേഴ്സ് വർക്ക്, അപ്പോൾ അതിലേക്ക് പറയുന്നത് ഫോർ എ ലാർജ് കമ്പനി ദാറ്റ് പ്രോസസ്സസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് വേരിയസ് ഫുഡ് പ്രോഡക്ട്സ് കുഡ് ബി ആസ്ക്ഡ് ടു ഡിസൈൻ എ കണ്ടെയ്നർ ഫോർ ന്യൂ. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം എവിടെയാണ് ഇത് ചെയ്യുന്നത്? അപ്പം for a large company that processes and distributes various food product could be asked to design a container for a new juice product. ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഡിവൈസ് വാങ്ങുമ്പോൾ അതിന്റെ കവർ അല്ലെങ്കിൽ അതിന്റെ കണ്ടെയ്നർ ഡിസൈൻ ചെയ്യാന്ന് പറയുന്നത്. പക്ഷെങ്കിൽ അത് വളരെ എന്താ പറയാ, വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആ ഡിസൈൻ എന്ന് പറയുന്നത്. ഈ പ്രോഡക്റ്റ് ഡിസൈനിന് പുറമെ നമ്മളതിന്റെ കണ്ടെയ്നർ ഡിസൈൻ, ഇപ്പോൾ ഒരു ജ്യൂസ് നിങ്ങൾ ഉണ്ടാക്കുന്നത്, ജ്യൂസിന്റെ പ്രോഡക്റ്റിന്റെ കവർ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നു. ആ കവർ ഡിസൈൻ ചെയ്യുന്നതിന് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏതൊരു പ്രൊഡക്റ്റ്, ഇപ്പം നിങ്ങളിപ്പോൾ മൊബൈൽ ഫോൺ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലൊരു കവർ ഉണ്ടാവും. മൊബൈൽ ഫോൺ ഇട്ട് വെക്കാൻ അവർ ഡിസൈൻ ചെയ്ത് തരുന്നൊരു കവർ ഉണ്ടാവും, സാധാരണ കാർഡ്ബോർഡ് കവർ. അത് തന്നെ ആ ഡിസൈൻ എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ആക്ച്വലി അത് എത്രയും സെക്യൂർഡ് ആയിട്ടും സേഫ് ആയിട്ടും പിന്നെ എന്താ പറയുക, വേറെ ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ അതിന്റെ എസ്തറ്റിക്സ് നോക്കണം. അതൊക്കെ നോക്കിയിട്ടാണ് അങ്ങനെ ഒരു പ്രൊഡക്റ്റ്, ഒരു കവർ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഫോർ എ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനി ഡിസൈനിങ് പാർട്ട് ഓഫ് ഹൈവേ ബ്രിഡ്ജ്, ഇത് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫോർ എ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനി ഡിസൈനിങ് പാർട്ട് ഓഫ് എ ഹൈവേ ബ്രിഡ്ജ് എംബഡഡ് ഇൻ എ ലാർജ് ട്രാൻസ്പോർട്ടേഷൻ പ്രൊജക്ട്. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രൊഡക്റ്റ് ഇതൊക്കെ വലിയ വലിയ ഡിസൈൻസ് ആണ്. ഹൈവേ ബ്രിഡ്ജ് പിന്നെ അതിന്റെ കൂടെ നമുക്ക് വെക്കണം എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഡിസൈൻ ചെയ്യാം, കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, പിന്നെന്താ, ഫോർ എൻ ഓട്ടോമൊബൈൽ കമ്പനി ദാറ്റ് ഈസ് ഡെവലപ്പ് എ ന്യൂ ഇൻസ്ട്രുമെന്റേഷൻ ക്ലസ്റ്റേഴ്സ് ഫോർ ഇറ്റ്സ് കാർ. ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന എഞ്ചിനീയേഴ്സ് എപ്പോഴും വർക്ക് ചെയ്യുന്ന ചില ഏരിയാസ് ആണ്. എന്താണ്, നിങ്ങളൊരു ഓട്ടോമൊബൈൽ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ഓട്ടോമൊബൈൽ കമ്പനിയുടെ കാർ അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്യുന്നതിന് പുറമെ ഡെഫിനറ്റ്ലി ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു ഫീച്ചർ ഡെവലപ്പ് ചെയ്യാം. എന്തെങ്കിലും ഒരു ഫീച്ചർ ആവും. അതിൻ്റെ അകത്ത് മെക്കാനിക്കൽ പാർട്സ് മാത്രമല്ല, ഇലക്ട്രോണിക്സും അതിൻ്റെ അകത്ത് വരുന്നുണ്ടല്ലോ. ഒരുപാട് സെൻസേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ കാറൊക്കെ വരുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഫീച്ചർ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ പാർട്ട് നമുക്ക് അതിൽ വെക്കേണ്ടി വരുന്നു, അങ്ങനെയുള്ള ഒരു ഡിസൈൻ. ഓക്കെ, പിന്നെ ഫോർ എ സ്കൂൾ സിസ്റ്റം ദാറ്റ് വാണ്ട്സ് ടു ഡിസൈൻ എ സ്പെഷ്യലൈസ്ഡ് ഫെസിലിറ്റി ടു ബെറ്റർ സെർവ് സ്റ്റുഡൻസ് വിത്ത് ഓർത്തോപീഡിക് ഡിസബിലിറ്റീസ്. ഇപ്പോൾ ഡിസബിലിറ്റീസ് ഉള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു ഡിസൈൻ, നിങ്ങളിപ്പം കോളേജിലോ അല്ലെ സ്കൂളിലോ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എന്ത് പറഞ്ഞാൽ നമ്മുടെ വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ കാണുന്ന അല്ലെങ്കിൽ നമ്പർ ഓഫ് എക്സാമ്പിൾസ് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്ന ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഞ്ചിനീയേഴ്സിന്റെ ബുദ്ധി യൂസ് ചെയ്യുന്ന ഒരുപാട് ഏരിയാസ് നമുക്ക് കാണാൻ പറ്റും ഇൻ യുവർ ഡെയിലി ലൈഫ്. ഓക്കെ, ഇതൊക്കെ അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറഞ്ഞ വാട്ട് റോൾസ് ആർ പ്ലേഡ് ആസ് എ ഡിസൈൻ അൺഫോൾഡ്സ്. ഓക്കെ, എന്താണ് ഡിസൈനിൽ പറയുന്ന ശരിയായ റോൾസ്, വാട്ട് റോൾസ് ആർ പ്ലേഡ്. ഓക്കെ, അപ്പോൾ ഒന്ന് ഇതിൽ മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ 3 ആൾക്കാരെ നമ്മൾ ആക്ച്വലി ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ സെക്ഷൻ ഉണ്ടാകുന്നത്. ഒന്ന് ക്ലയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലയന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ ക്ലയന്റ് എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്, എന്താണ്? ഓക്കെ, what do you mean by that? What roles are played as the design unfolds? എന്താണ് റോഷ്നിമാല?
ക്ലയന്റ് എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ ബൈ ദ ക്ലയന്റ്? കേൾക്കുന്നില്ല? പേഴ്സൺ. പറഞ്ഞോ. ഒരു കമ്പനിയില് ഒരു ഡിസൈൻ ചെയ്യുന്നതും. ക്ലയന്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ആർക്കാണോ ചെയ്ത് കൊടുക്കുന്നത് അവരാണ് നമ്മൾ ക്ലയന്റ് എന്ന് പറയുന്നത്, അല്ല? ഒരു ഡിസൈനർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആക്ച്വലി? വാട്ട് ഈസ് ദ ജോബ് ഓഫ് എ ഡിസൈനർ? ഡിസൈൻ. ക്ലയന്റ് എന്ന് പറയുന്ന ആളാണ് നമ്മൾക്ക് ഒരു പ്രോബ്ലം തരുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ ആവശ്യമാണ്, അവരുടെ റിക്വയർമെന്റ് ആണ് ആസ് എ ഡിസൈനർ നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഡിസൈനറുടെ ജോബ് എന്താണ്? ക്ലയന്റിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ. ഓക്കെ, ഡെഫിനറ്റ്ലി. Designer's job is to solve the client's problem in a way that meets the user's need. അപ്പോൾ യൂസറിനാണ് നമ്മളിപ്പം യൂസർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ അത് അൾട്ടിമേറ്റ്ലി അവരിലേക്കായിരിക്കും എത്തിക്കുന്നത്. ക്ലയന്റ് ആണ് അത് എത്തിക്കുന്നത്. ആക്ച്വലി യൂസേഴ്സിന്റെ നീഡാണ് എന്ത് ചെയ്യുന്നത്? യൂസേഴ്സിന്റെ നീഡാണ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലയന്റ് ആണ് എന്ത് പറയുന്നത്? ഒരു ഡിസൈനർക്ക് ഒരു ജോബ് കൊടുക്കുന്നത്, അല്ലെ? യു ഹാവ് ടു ഡു ദിസ് പ്രോബ്ലം എന്ന് പറഞ്ഞ് നമ്മുടെ ആ നീഡിനനുസരിച്ചിട്ട് ഒരു ജോബ് കൊടുക്കുന്ന ആരായിരിക്കും? ക്ലയന്റ് ആയിരിക്കും. ഓക്കെ, അപ്പം യൂസർ എന്ന് പറയുന്ന ആളായിരിക്കും എന്ത് പറയുന്നത്? ആ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ഡിസൈനർ ചെയ്ത ജോബിന്റെ സൊല്യൂഷൻ എത്തുന്ന ആരിലേക്കായിരിക്കും? യൂസറിലേക്ക്. അപ്പൊ യൂസറിന്റെ പ്രോബ്ലം ആണ് ക്ലയന്റ് ഡിസൈനറിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ആക്ച്വലി എവിടെയും ഒരു എഞ്ചിനീയറിംഗ് ഡിസൈൻ വർക്ക് ചെയ്യുന്നത്. എന്തായിക്കോട്ടെ, ഒരു സോഫ്റ്റ്വെയർ പ്രോബ്ലം ആയിക്കോട്ടെ, ഹാർഡ്വെയർ പ്രോബ്ലം ആയിക്കോട്ടെ, ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു പ്രോസസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു സിസ്റ്റം ആയിക്കോട്ടെ, അപ്പോൾ നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലേക്കായിരിക്കും എപ്പോഴും പോകുന്നത്. അപ്പം ക്ലയന്റ്, ഡിസൈനർ, യൂസർ, ഈ ഒരു രീതിയിലാണ് എപ്പോഴും എന്ത് വരുന്നത്? ഒരു എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്ന് പറയുന്ന പ്രോസസ്സ് വരുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇനി ഇത് ഓർത്ത് നോക്കുക. ക്ലയന്റ്, എന്താണ്? ക്ലയന്റ്, യൂസർ, ഡിസൈനർ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ ഓർത്ത് നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് റോൾസ്. അപ്പൊ ആരാണ്? ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഹൂ ഇസ് ക്ലയന്റ്? ഓക്കെ, ക്ലയന്റ് എന്ന് പറഞ്ഞാൽ ക്ലയന്റ് ഈസ് എ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഓർ കമ്പനി ദാറ്റ് വാണ്ട്സ് എ ഡിസൈൻ കൺസീവ്ഡ്. ഓക്കെ, അപ്പോൾ ആ ഡിസൈൻ എപ്പോഴും കൺസീവ് ചെയ്ത് വെക്കുന്ന ആളായിരിക്കും. കൺസീവ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെപ്പോഴും ആ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അവരെ സ്വന്തമായിരിക്കും, അവർക്കാണ് ആ ഡിസൈൻ. അതിന്റെ ഒരു കൺസീവ് ചെയ്യുന്ന വെച്ചാൽ ഹൈഡ് ചെയ്യാനാണ് മീനിങ്. അപ്പം ആക്ച്വലി ആ ഡിസൈൻ എന്ന് പറയുന്നത് അവരെ പ്രോഡക്റ്റ് ആയിരിക്കും, അവർ ഓൺ ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിരിക്കും, ക്ലയന്റ് ഓൺ ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിരിക്കും ഡിസൈനർ. വാട്ട് ഇസ് ദ റോൾ ഓഫ് ദ യൂസർ? റോൾ ഓഫ് എ യൂസർ ടു എംപ്ലോയ് ഓർ ഓപ്പറേറ്റ് വാട്ട് എവർ ഈസ് ബീയിങ് ഡിസൈൻ. ആ ഡിസൈൻ ചെയ്തത് എത്തുന്നത് ആരിലേക്കായിരിക്കും? യൂസറിലായിരിക്കും. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ദ റോൾ ഓഫ് എ ഡിസൈനർ? അപ്പോൾ ഡിസൈനർ ആണ് എന്ത് ചെയ്യുന്നത്? സോൾവ് ദ ക്ലയന്റ്സ് പ്രോബ്ലം ഇൻ എ വേ ദാറ്റ് മീറ്റ്സ് യൂസേഴ്സ് നീഡ്സ്. അല്ല, ഒന്നാമത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലയന്റിന്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുത്ത് അതെന്തിലേക്ക് എത്തിക്കുക? യൂസറിന്റെ നീഡിലേക്ക് നമ്മൾ എത്തിക്കുക. അതാണ് ഫസ്റ്റ് റോൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ, അണ്ടർസ്റ്റാൻഡ് വാട്ട് ബോത്ത് ദ ക്ലയന്റ് ആൻഡ് യൂസർ വാണ്ട് ടു. എന്താണ് ക്ലയന്റിന്റെ ആവശ്യം, യൂസറിന്റെ ആവശ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് റോൾ ഓഫ് എ ഡിസൈനർ. ആൻഡ് തേർഡ് വൺ, ഡിസൈൻ സംതിങ് ദാറ്റ് ക്യാൻ ബി ബിൽറ്റ് ആൻഡ് ദാറ്റ് സാറ്റിസ്ഫൈ എവറിബഡി. ഓക്കെ, എന്തെങ്കിലും ഒരു ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ അതെന്തായിരിക്കണം? ആ യൂസറെയും അതുപോലെ തന്നെ സിമിലർലി ആ ക്ലയന്റിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡിസൈൻ ആയിരിക്കണം. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസൈനറുടെ റോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ഈ പോയിന്റ്സുകൾ ഓർത്ത് വെച്ചിട്ട് യു ക്യാൻ റൈറ്റ് ഇൻ യുവർ ഓൺ ലാംഗ്വേജ്. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം എന്താണ് റോള്, ക്ലയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ, വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡിസൈനേഴ്സ് ഫസ്റ്റ് ടാസ്ക് ആൻഡ് വൈ? ഓക്കെ, അപ്പൊ നമ്മളൊരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു ഡിസൈനറുടെ ഫസ്റ്റ് ടാസ്ക്? ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, എന്താണ്? A designer's first task is to question the client to clarify what the client really wants and translate it into a form that is useful to her as an engineer. Okay, this is the engineer's first task because it is typically the client who motivates and presents
ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ ഡിസൈൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? എ ഡിസൈനേഴ്സ് ഫസ്റ്റ് ടാസ്ക് ഈസ് ടു ക്വസ്റ്റ്യൻ ദ ക്ലയന്റ്. അപ്പോൾ എന്താ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ ആണ് ഒരു ഡിസൈനർ എങ്കിൽ നിങ്ങളുടെ ഒരു ക്ലയന്റ് വരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ക്വസ്റ്റ്യൻ ചെയ്യും. യു വിൽ ആസ്ക് എന്താ ചെയ്യാം, എന്താണ് നിങ്ങളുടെ പ്രോബ്ലം? ഓക്കെ, designers first ask you to question the client to clarify what the client really wants. അല്ലെ, നിങ്ങൾക്ക് എന്താണ് ആവശ്യം, അതാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ, ആൻഡ് ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻ ടു എ ഫോം ദാറ്റ് ഈസ് യൂസ്ഫുൾ ടു ഹർ ആസ് എൻ എഞ്ചിനീയർ. ഒരു എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ അത് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പ്രോബ്ലം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. ദിസ് ഈസ് എ ഡിസൈനേഴ്സ് ഫസ്റ്റ് ടാസ്ക് ബിക്കോസ് ഇറ്റ് ഈസ് ടിപ്പിക്കലി the client who motivates and presents the starting point for design. അപ്പോൾ അതായത് നമ്മളെ ആവശ്യങ്ങൾ ആസ് എൻ എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലയന്റിന്റെ ആവശ്യങ്ങൾ, അതിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ക്ലയന്റ് ആയിരിക്കും എപ്പോഴും നിങ്ങളോട് വരുന്ന ആളായിരിക്കും നിങ്ങൾ എപ്പോഴും അറ്റ് ഫസ്റ്റ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക. ഒരു സംഭവം ഡിസൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ല എന്ന് പറയുന്നത് ആരായിരിക്കും? ക്ലയന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ദാറ്റ് വിൽ ബി ദ ഫസ്റ്റ് ടാസ്ക് ഓഫ് എ ഡിസൈനർ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ടു ഹൂം ഡസ് ദ ഡിസൈനർ ഹാവ് ഒബ്ലിഗേഷൻസ്. ആരോടൊക്കെയാണ് ഡിസൈനറിന് ഒബ്ലിഗേഷൻസ് ഉള്ളത്? ഓക്കെ, ഒബ്ലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒബ്ലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താണ് അഷ്ന ഒബ്ലിഗേഷൻസ് എന്ന്? എന്താ അതിന്റെ മീനിങ്? എന്താ മീനിങ് എന്നല്ല, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആരോടൊക്കെയാണ് ഒരു ഡിസൈനർക്ക് ഒബ്ലിഗേഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? ഡിസൈനർക്ക് ആരോടെല്ലാം ഒരു ഉത്തരവാദിത്വമുള്ള, ആരെല്ലാം ആവശ്യങ്ങളാണ് നിറവേറ്റുന്നത്, ആരോടൊക്കെയാണ് ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത്, ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളതെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? അപ്പൊ ഇഫ് യു ആർ എ ഡിസൈനർ ഡെഫിനറ്റ്ലി വി ഹാവ് സം ഒബ്ലിഗേഷൻസ് ടു അതേഴ്സ്. അപ്പൊ നമ്മൾ അവിടെ ചെയ്യുമ്പോഴും അതാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്ന് ക്ലയൻസിനോട് വേണം നമുക്കൊരു ടാസ്ക് തരുന്നത് ആരാണ്? ക്ലയന്റ് ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി യു ഹാവ് എൻ ഒബ്ലിഗേഷൻസ് ടു ക്ലയന്റ്. ആ ക്ലയന്റിനോട് എന്തായാലും നമുക്കൊരു ഒബ്ലിഗേഷൻ ആവശ്യമാണ്. രണ്ടാമത്തെ എന്താ? യൂസേഴ്സ്. നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ചിലപ്പോൾ ഈ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ പബ്ലിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നുണ്ടാവും അല്ലെ? അപ്പം യൂസേഴ്സിനോട് ഡെഫിനറ്റ്ലി വി ഹാവ് ഒബ്ലിഗേഷൻസ്. ആൻഡ് പ്രൊഫഷൻ, ദെയർ പ്രൊഫഷൻ, നമ്മൾ ചെയ്യുന്ന ജോലിയിനോട് ഡെഫിനറ്റ്ലി വി നീഡ് ഒബ്ലിഗേഷൻസ്. വി നീഡ് സം റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് കമ്മിറ്റ്മെന്റ്സ്. ഓക്കെ, പിന്നെ പബ്ലിക്, പുറത്തുള്ള ആൾക്കാരോട് പബ്ലിക്. അപ്പോൾ ഒബ്ലിഗേഷൻ ടു ദ പ്രൊഫഷൻ ആൻഡ് പബ്ലിക് ആർ ലെയ്ഡ് ഔട്ട് ഇൻ കോഡ്സ് ഓഫ് എത്തിക്സ് ഓഫ് എഞ്ചിനീയറിംഗ് സൊസൈറ്റി. അപ്പം അത് എത്തിക്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഒരു എഞ്ചിനീയറിംഗ് പ്രോഡക്റ്റ് എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതെപ്പോഴും എന്താ നമ്മുടെ ഒരു പബ്ലിക്കിന് ഉപകാരമുള്ള അല്ലെങ്കിൽ പബ്ലിക്കിന് ഒരിക്കലും ഹാർംഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പാടില്ല. അപ്പൊ അതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനിൽ ഒരിക്കലും എത്തിക്സ് വേണം എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും അവരെ ഒരു മോശം രീതിയിലേക്ക്, ഒരു ഇമ്മോറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താ പറയാ, അവരെ ഹാർംഫുൾ, അവരെ ഹെൽത്തിനോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ലൈഫിനോ ഓക്കെ ആ രീതിയിലൊരു ഹാർംഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഒന്നും നമ്മൾ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സ് ഓഫ് എഞ്ചിനീയറിംഗ് സൊസൈറ്റീസ് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് എ റോൾ ഓഫ് ദ ക്ലയന്റ്? നമ്മളിപ്പം എഞ്ചിനീയറിന്റെ റോള് നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ക്ലയന്റിന്റെ റോള് നമുക്കിവിടെ പറയണം. അപ്പം റോൾ ഓഫ് ദ ക്ലയന്റ് ഈസ് ടു സ്പീക്ക് ടു ദ ഡിസൈനർ ഓൺ ബിഹാഫ് ഓഫ് ദ ഇന്റൻഡഡ് യൂസേഴ്സ്. ഇപ്പോൾ ക്ലയന്റ്, നിങ്ങളിപ്പോൾ ഒരു കമ്പനി തുടങ്ങുകയാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു കമ്പനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ക്ലയന്റിന്റെ കയ്യിൽ എന്തുണ്ടാവും? ക്ലയന്റിന്റെ കയ്യിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ കയ്യിൽ പ്രോബ്ലം ഉണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ് വേണ്ടത്, നമ്മുടെ യൂസറിന് ഇങ്ങനത്തെ സംഭവമാണ് നമുക്ക് കൊടുക്കേണ്ടത് അല്ല, ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ട് ഇപ്പം സപ്പോസ് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം കണ്ടുപിടിക്കുന്നു. ഇപ്പൊ ഓക്കെ, നിങ്ങളിപ്പം എന്താ പറയുക, ഇപ്പം നമുക്കിപ്പോൾ ഒരു കൊറോണ വൈറസിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ് എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ യു വിൽ ബി ദ ക്ലയന്റ്. അപ്പൊ നിങ്ങളാണ്
ക്ലയന്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലയന്റിന്റെ റോൾ എന്താണ്? ഇനി നമുക്കത് ഡിസൈൻ ചെയ്യണം. ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ വേണം. ആ സൊല്യൂഷൻ വേണ്ടിയിട്ട് നിങ്ങൾ യു ഹാവ് ടു മീറ്റ് എ ഡിസൈനർ. നിങ്ങളൊരു ഡിസൈനർക്ക് പോകുന്നു അല്ലെ, യു ഹാവ് ടു സ്പീക്ക് ടു ഹിം അല്ലെ, നമ്മൾ എന്ത് ചെയ്യണം, അവരായിട്ട് സംസാരിക്കണം. അപ്പം റോൾ ഓഫ് എ ക്ലയന്റ് എന്ന് പറയുന്നത് എന്താണ്? സ്പീക്ക് ടു ദ ഡിസൈനർ ഓൺ ദ ബിഹാഫ് ഓഫ് ഇന്റൻഡഡ് യൂസേഴ്സ്. ഇപ്പൊ ഇന്റൻഡഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ പബ്ലിക് ആണ്, പബ്ലിക് പീപ്പിൾ ആണ്, അവർക്കാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത് അല്ലെ. അപ്പം those people are the intended users. On behalf of the intended users, you are going to speak to the designer. അല്ലെ, ക്ലയന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡിസൈനറിന്റെയും യൂസറിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരാളായിരിക്കും അല്ലെ. അല്ലെങ്കിൽ നിങ്ങളോട് ഇപ്പം കുറച്ച് ആൾക്കാർ പറയും ഇങ്ങനൊരു പ്രോഡക്റ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് എന്ന് നിങ്ങളോടൊക്കെ പറയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അതിന്റെ ഡിസൈനിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? പിന്നെ ഒരു ഡിസൈനറെ നിങ്ങൾ മീറ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് എ ഫണ്ടമെന്റൽ റോൾ ഓഫ് എ ക്ലയന്റ്. Okay, what is one thing that both the designer and the client must understand? ക്ലയന്റിനും ഡിസൈനർക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യം എന്താണ്? Both the designer and the client must understand what the user want and what the public demands in a design. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഡിസൈനറെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റണം. ഇഫ് യു ആർ എ ക്ലയന്റ്, ഡെഫിനറ്റ്ലി യു ഹാവ് ദ എബിലിറ്റി ടു എക്സ്പ്ലെയിൻ വാട്ട് എ യൂസർ വാണ്ട്സ്, അല്ലെങ്കിൽ എന്താണ് പബ്ലിക്കിന് വേണ്ടത്, പബ്ലിക് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഡിസൈനർക്കും ആ ക്ലയന്റിനും എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഡെഫിനറ്റ്ലി എന്താണ് നമ്മുടെ ഔട്ട്പുട്ട്, നമ്മളെ ഇതിലേക്ക് എത്തുന്നത് എന്താണ്, അതായത് പബ്ലിക്കിന് ആവശ്യമുള്ള എന്താണ്, ഇന്റൻഡഡ് യൂസേഴ്സിന്റെ എന്താണ് നീഡ് എന്താണെന്ന് നമുക്ക്, അതായത് ഒരു ക്ലയന്റിനെ മനസ്സിലാക്കാൻ പറ്റണം, ഡെഫിനറ്റ്ലി ആ ഒരു ഡിസൈനർക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത് രണ്ടും ഒരു ക്ലയന്റിനും ഡിസൈനർക്കും മനസ്സിലാണ്. ഓക്കെ, ഇനി on what two stages of design does the nature of the designer's work partly depend? അപ്പോൾ ഏത് സ്റ്റേജിലാണ് എന്താണ് ഡിസൈനറിന്റെ വർക്ക് പാർട്ട്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അതായത് the nature of work of a designer depends in part on whether they are doing conceptual design and detailed design. Okay, ഈ കൺസെപ്ഷ്യൽ ഡിസൈനിലും ഡീറ്റെയിൽഡ് ഡിസൈനിലും എന്താണ് ഡിസൈനേഴ്സ് വർക്ക് വിൽ ബി പാർട്ട്ലി ഡിപ്പെൻഡഡ്, അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അപ്പോൾ നമുക്കത് മനസ്സിലാണെങ്കിൽ വി നീഡ് ടു നോ വാട്ട് ഈസ് കൺസെപ്ഷ്യൽ ഡിസൈൻ ആൻഡ് വാട്ട് ഈസ് ഡീറ്റെയിൽഡ് ഡിസൈൻ. ഓക്കെ, എന്താ കൺസെപ്ഷ്യൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൺസെപ്ഷ്യൽ ഡിസൈൻ ഈസ് എ സ്റ്റേജ് അറ്റ് വിച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ഓഫ് ഫോം ആൻഡ് കണ്ടന്റ് ഓഫ് എ ഡിസൈൻ ആർ എസ്റ്റാബ്ലിഷ്ഡ്. മനസ്സിലായോ? കൺസെപ്ഷ്യൽ ഡിസൈൻ ഇസ് എ സ്റ്റേജ് അറ്റ് വിച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ഓഫ് ഫോം ആൻഡ് കണ്ടന്റ് ഓഫ് എ ഡിസൈൻ ആർ എസ്റ്റാബ്ലിഷ്. എന്താണ് ഒരു ബേസിക് ക്വസ്റ്റ്യൻസ്, അതിന്റെ ഫോം എന്താണ് അല്ലെങ്കിൽ കണ്ടന്റ് എന്താണെന്നുള്ളത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിനെയാണ് പിന്നെ കൺസെപ്ഷ്യൽ ഡിസൈൻ എന്ന് പറയാം. അപ്പോൾ ഡീറ്റെയിൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീറ്റെയിൽ ഡിസൈൻ ഇസ് എ സ്റ്റേജ് ഇൻ ദ ഡിസൈൻ പ്രോസസ് ആഫ്റ്റർ കൺസെപ്ഷ്യൽ ഡിസൈൻ ഓർ ആഫ്റ്റർ പ്രിലിമിനറി ഓർ എംബോഡിമെന്റ് ഡിസൈൻ when specific details particular to the design. ഒന്നുമില്ല, കൺസെപ്ഷ്യൽ ഡിസൈൻ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ് നമ്മുടെ ആവശ്യം അതിനനുസരിച്ചുള്ള ഒരു വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ് നമ്മൾ കൺസെപ്ഷ്യൽ ഡിസൈൻ എന്ന് പറയുന്നത് അല്ലെ. ഏത് ഫോമിലാണ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് എന്താണ്, നമ്മുടെ ഡിസൈനിന്റെ കണ്ടന്റ് എന്താണെന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനെയാണ് നമ്മൾ കൺസെപ്ഷ്യൽ ഡിസൈൻ എന്ന് പറയാം. നെക്സ്റ്റ് വരുന്നത് ഡീറ്റെയിൽ ഡിസൈൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? പ്രിലിമിനറി സ്റ്റെപ്പ് കഴിഞ്ഞ പാട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറെ കൂടി കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് എന്ത് രീതിയിലാണ് അത് പ്രൊഡക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ മെറ്റീരിയൽ നമുക്ക് ആവശ്യമുണ്ട്, എന്തെങ്കിലും സോഫ്റ്റ്വെയർ പാർട്ട് നമുക്ക് വേണം, എന്തൊക്കെ ഹാർഡ്വെയർ പാർട്ടുകൾ വേണം, ഓക്കെ, ഇതിന്റെ സൈസ് ഡയമെൻഷനും എത്രയാണ്, വെയിറ്റ് എത്രയാണ്, ഓക്കെ, ഇത് എത്രത്തോളം ഇതിൽ പിന്നെ യൂസർ ഫ്രണ്ട്ലി ആണ്, ഇത് ഹാംഫുൾ ആണോ. അപ്പം ഡീറ്റെയിൽഡ് ഡിസൈനിൽ നമ്മൾ കംപ്ലീറ്റ് ഡിസൈൻ അതിൽ നമുക്ക് വേണം, അതിന്റെ പ്ലാനിങ് ഉണ്ടാവും. കൺസെപ്ഷ്യൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അതിനെ പറ്റിയൊരു ബ്രീഫ് ഐഡിയ മാത്രം ഡിസൈൻ ചെയ്യുന്നതിനാണ് കൺസെപ്ഷ്യൽ ഡിസൈൻ എന്നത്. അപ്പോൾ ഏറ്റവും എങ്ങനെ അത് ചെയ്യും, എന്തൊക്കെയാണ് നമ്മുടെ ഡിസൈനിൽ വേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഐഡിയ തന്നെയാണ് നമ്മൾ കൺസെപ്ഷ്യൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അവിടെ മനസ്സിലാവുന്നില്ല എല്ലാവർക്കും? ഷീസ് കേൾക്കുന്നുണ്ടോ? വിഷ്ണു ഡൗട്ട് ഉണ്ടാകുന്നെങ്കിലോ? മനസ്സിലാവുന്നില്ല? ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ലേണിംഗ് ആൻഡ് ഡൂയിങ് എഞ്ചിനീയറിംഗ് ഡിസൈൻ. എങ്ങനെയാണ് നമ്മൾ, ഓക്കെ, അതിന് മുമ്പിൽ ഇൻ വാട്ട് കൈൻഡ് ഓഫ് എൻവയോൺമെന്റ് ഡു എഞ്ചിനീയർ ഡിസൈനേഴ്സ് വർക്ക്? ഏത് എൻവയോൺമെന്റിലാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിസൈനേഴ്സ്
വർക്ക് ചെയ്യുന്നത്. ഒരു നിങ്ങളിപ്പോൾ ഇഫ് യു ആർ ഗോയിങ് ടു എ കമ്പനി ഓർ എന്താ പറയുക, ഒരു ഡിസൈനറായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എവിടെയൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് എൻവയോൺമെന്റ്, എങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് വെച്ചാൽ എന്താണ്, സ്മോൾ ആൻഡ് ലാർജ് കമ്പനീസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. നിങ്ങളുടെ ഒരു ഡിസൈനർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി you will be hired by large companies as well as small companies, design companies. സ്റ്റാർട്ടപ്പ് വെഞ്ചേഴ്സിൽ വർക്ക് ചെയ്യുക. സ്റ്റാർട്ടപ്പ് വെഞ്ചേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ടാകുന്ന പുതിയ എന്താ പറയുക, സ്റ്റാർട്ടപ്പ് കമ്പനീസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അല്ല, സ്മോൾ ആൻഡ് ലാർജ് കമ്പനീസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ കമ്പനീസ്. സ്റ്റാർട്ടപ്പ് കമ്പനീസ് എന്ന് വെച്ചാൽ പുതിയൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കമ്പനീസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനാണ് സ്റ്റാർട്ടപ്പ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് വർക്ക് ചെയ്യും. ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് യു കൺ വർക്ക് ചെയ്യുക. എന്തെങ്കിലും ഡിസൈൻ ഫീൽഡിൽ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യാം. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ പ്രോഫിറ്റ് അല്ലാതെ ഈ പറയുന്ന പോലെ സർവീസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ഓർഗനൈസേഷനിൽ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യാം. എഞ്ചിനീയറിംഗ് സർവീസസ് ഫേമിൽ വർക്ക് ചെയ്യാം. അല്ല, എഞ്ചിനീയറിംഗ് സർവീസസ് ഫേംസ് വർക്ക് ചെയ്യാം. അപ്പോൾ ഇത്ര ഇങ്ങനെയുള്ള പിന്നെ എന്താ പറയുക ഫേമുകളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ആസ് എ ഡിസൈനർ ഇങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യാം. ഒരു എഞ്ചിനീയറിംഗ് ഡിസൈനറെ ഹയർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കമ്പനീസും ഫേംസും സ്റ്റാർട്ടപ്പ് വെഞ്ചേഴ്സും ഒക്കെ ആയിരിക്കും. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ലേൺ ചെയ്യുന്നത്, ഡിസൈൻ പ്രോസസ്, ലേണിംഗ് ആൻഡ് ഡൂയിങ് എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. വാട്ട് കോസസ് എഞ്ചിനീയറിംഗ് ഡിസൈൻ പ്രോബ്ലംസ് ടു ബി സോ ചലഞ്ചിങ് ആൻഡ് ഇൽ സ്ട്രക്ചേർഡ്. അപ്പം എപ്പോഴാണ് നമ്മൾ പിന്നെ ഒരു പ്രോബ്ലം ചലഞ്ചിങ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ ഒരു പെർഫെക്റ്റ് അല്ലാത്ത ഒരു കണ്ടീഷൻ വരുന്നത്? ഓക്കെ, എന്താണ് അതിന്റെ കാരണങ്ങൾ? എ സൊല്യൂഷൻ കനോട്ട് നോർമലി ബി ഫൗണ്ട് ബൈ അപ്ലൈങ് മാത്തമാറ്റിക് ഫോർമുലാസ് or algorithms in a routine or structured way. It is not possible to apply formulas to engineering design problems that are well bounded or even defined. Design problems are open-ended because they are typically have several acceptable solutions. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഡിസൈനിങ് എന്ന് പറയുന്നത് പ്രോസസ് എന്ന് പറഞ്ഞാൽ ചലഞ്ചിങ് ആയിട്ടും ഇൽ സ്ട്രക്ചേർഡ് ആയിട്ട്, അതായത് നോട്ട് ഇൻ എ ഗുഡ് സ്ട്രക്ചർ, അങ്ങനെ ആയിട്ട് വരുന്ന കണ്ടീഷൻസ് ആണ് ഇത് പറയുന്നത്. ഒന്ന്, ദ സൊല്യൂഷൻസ് കനോട്ട് നോർമലി ബി ഫൗണ്ട് ബൈ applying mathematical formulas or algorithms in a routine or structured way. അപ്പോൾ എപ്പോഴും എഞ്ചിനീയറിംഗ് പ്രോബ്ലംസിന് ഡെഫിനറ്റ്ലി വി നീഡ് മാത്തമാറ്റിക്സ്. നമ്മൾ മാത്തമാറ്റിക്സും അതിൻ്റെ ചിലപ്പോൾ അൽഗോരിതംസും ലോജിക്കൽ തിങ്കിങ്, ലോജിക്കൽ പ്രോബ്ലം സൊല്യൂഷൻ ഒക്കെ ആയിരിക്കും വെച്ചിട്ടായിരിക്കും നമ്മളൊരു എഞ്ചിനീയറിംഗ് വേയിൽ നമ്മളൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക. ചില സമയത്ത് ചില സൊല്യൂഷൻ നമുക്ക് ആ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ദാറ്റ് ഡിസൈൻ പ്രോബ്ലം വിൽ ബി സോ ചലഞ്ചിങ്. ഓക്കെ, രണ്ടാമത്തെ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു അപ്ലൈ ഫോർമുലാസ് ടു എഞ്ചിനീയറിംഗ് ഡിസൈൻ പ്രോബ്ലംസ് ദാറ്റ് ആർ വെൽ ബൗണ്ടഡ് ഓർ ഈവൻ ഡിഫൈൻഡ്. അതായത് ചില ഡിസൈൻ പ്രോബ്ലംസ് ഓൾറെഡി വെൽ ബൗണ്ടഡ് ആയിരിക്കും, അതായത് അല്ലെങ്കിൽ വെൽ ഈവൻ ഡിഫൈൻഡ് ആയിരിക്കും. ഇന്ന രീതിയിൽ മാത്രമേ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ മാത്രമേ നമുക്കതിലേക്ക് എന്താ പറയുക അതിനെ ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനൊരു റെമഡി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് ഈ പറയുന്ന പോലെ എഞ്ചിനീയറിംഗ് ഫോർമുലാസും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ്സും നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലേ. ഒന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ അൽഗോരിതംസും മാത്തമാറ്റിക്കൽ വഴിയും യൂസ് ചെയ്തുകൊണ്ട് ചില പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ചില പ്രോബ്ലംസ് എന്ന് വെച്ചാൽ വെൽ ഡിഫൈൻഡ് ആയിരിക്കും, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ആയിരിക്കും. അതിന് നമുക്ക് ഒരിക്കലും എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ കൊണ്ട് അതിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ, ഡിസൈൻ പ്രോബ്ലംസ് ആർ ഓപ്പൺ എൻഡഡ് ബിക്കോസ് ദേ typically have several acceptable solutions. ചിലപ്പോൾ ഒരു പ്രോബ്ലത്തിന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവാം. അങ്ങനെ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാകുന്ന കേസിലും ഡിസൈനർക്ക് ഒരു ചലഞ്ചാണ്. ഓക്കെ, ഹി കനോട്ട് ഫൈൻഡ് വാട്ട് വിൽ ബി ദ എക്സാക്ട് സൊല്യൂഷൻ. അല്ല, ഏത് രീതിയിൽ സോൾവ് ചെയ്യുമ്പോഴാണ് ഏറ്റവും അക്സെപ്റ്റബിൾ ആയ രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പിന്നെ അക്സെപ്റ്റബിൾ സൊല്യൂഷൻ നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ എപ്പോഴും ചലഞ്ചിങ് ആയിട്ട് വരുന്നത്. എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്ന് പറയുന്നത് ചലഞ്ചിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, വാട്ട് മേക്സ് ഡിസൈൻ പ്രോബ്ലംസ് ഓപ്പൺ എൻഡഡ്? ഓക്കെ, ഡിസൈൻ പ്രോബ്ലംസ് ആർ ഓപ്പൺ എൻഡഡ് ബിക്കോസ് ദേ ടിപ്പിക്കലി ഹാവ് സെവറൽ നമ്മൾ പറഞ്ഞു. എപ്പോഴാണ് ഓപ്പൺ എൻഡഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരുപാട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ ഉള്ള ഡിസൈൻ പ്രോബ്ലംസിനാണ് നമ്മൾ ഓപ്പൺ എൻഡഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഈസ് എഞ്ചിനീയറിംഗ് ഡിസൈൻ ടിപ്പിക്കലി ലേൺഡ്? എങ്ങനെയാണ് നമുക്ക് എഞ്ചിനീയറിംഗ് ഡിസൈൻ പഠിക്കാൻ പറ്റുന്നത്? ഹൗ ക്യാൻ ബി ലേൺ എഞ്ചിനീയറിംഗ് ഡിസൈൻ? അപ്പം
teaching someone how to design is not that simple. Okay, there is an element of learning by doing, which we call as studio aspects in trying to teach any of these activities. Okay, അപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടാണ്, ലേണിംഗ് ബൈ ഡൂയിങ് ആണ് നമുക്ക് എഞ്ചിനീയറിംഗ് ഡിസൈൻ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആസ് എ സ്റ്റുഡിയോ ആസ്പെക്ട്സ് വി കോൾ ആസ് എ സ്റ്റുഡിയോ ആസ്പെക്ട്സ്. ഓക്കെ, ഇനി അതായത് അത് പഠിക്കുന്ന രീതിയെ നമ്മൾ സ്റ്റുഡിയോ ആസ്പെക്ട്സ് എന്ന് പറയും. വാട്ട് ഈസ് എ സ്റ്റുഡിയോ ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ് എഞ്ചിനീയറിംഗ്? സ്റ്റുഡിയോ ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ് എഞ്ചിനീയറിംഗ് ഡിസൈൻ ഇസ് എലമെന്റ് ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ്. ഇപ്പോൾ ലേണിംഗ് ബൈ ഡൂയിങ് നമ്മൾ ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റുഡിയോ ആസ്പെക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബാക്കി നമുക്ക് വരുന്നത് എഞ്ചിനീയറിംഗ് ഡിസൈൻ വൊക്കാബുലറിയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പറഞ്ഞെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഡെഫിനറ്റ്ലി ഡോണ്ട് ഹെസിറ്റേറ്റ് ടു സ്പീക്ക്. Okay.